വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500-ന്റെ ഒരു 7 കെട്ടും 100-ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. നമ്മുടെ ഫയർഫോഴ്സിന്റെ 100ഓളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടെടുക്കുക, വീടുകൾ ക്ലീൻ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷന് പറ്റിയ വീടുകൾ അതിന് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രീമിന്റെ സൈഡുകളും നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം വെള്ളാർമല സ്കൂളിന്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് 500-ന്റെ ഒരു 7 കെട്ടും 100-ന്റെ 5 കെട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു 4 ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു. ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത്, ഇതേപോലെ വാല്യുബിൾസ്. അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ അതിന്റെ അവകാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഞ്ചിയിലാണെങ്കിലും ചെളിയായിട്ടുണ്ടല്ലേ നോട്ടിന്? കാര്യം ഇത് വെള്ളത്തിന് കിടക്കുകയായിരുന്നു. അപ്പോൾ പാറയുടെ ഇടയിലും കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് നമുക്ക് അവിടെ തടഞ്ഞു നിന്ന് ഒഴുകി പോവാതെ നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആ നോട്ടുകൾ കണ്ടു, നമ്മൾ ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഡിസാസ്റ്റർ പ്രോൺ ഏരിയ നമ്മൾ എപ്പോഴും മെസ്സേജ് കൊടുക്കുന്നതാണ്, നിങ്ങളുടെ വാല്യുബിൾ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം, ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ട് മഴ നനയാതെയും സേഫായിട്ട് സൂക്ഷിക്കണം. എല്ലാ വാല്യുബിളും ഒരൊറ്റ പെട്ടിയിലാക്കിയിട്ട് മാക്സിമം അത് വെള്ളം നനയാതെ രീതിയിലാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇത് അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിന്റെ ഉടമസ്ഥൻ ചെയ്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയത്. ഇതൊരു മെസ്സേജാണ് എല്ലാവർക്കും, ഈ എങ്ങനെയാണ് നമ്മുടെ വാല്യുബിൾ ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ 4 ലക്ഷം രൂപയോളമുള്ള രൂപയുടെ കണ്ടെടുക്കൽ.